വളരെ കണ്ണിങ് ആയിട്ടുള്ള അനുഭവം പോയിൻ്റായിട്ട് പറയാൻ കഴിയുന്ന ഒരവസ്ഥ കൃഷ്ണമൂർത്തി പദ്ധതിക്കുണ്ട്. അതിനകത്തെ ട്രബിൾ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായ സമയം ഗണിച്ചെത്താനുള്ള സിസ്റ്റത്തിലേക്ക് എത്താനും കൂടി കഴിയണം. അതും കൂടി വിജയിക്കപ്പെടുമ്പോൾ കൃഷ്ണമൂർത്തി 100% വിജയകരമാകും. KP പദ്ധതി, കൃഷ്ണമൂർത്തി പദ്ധതി ഒരുപാട് പേര് പറഞ്ഞു കേട്ടിട്ടുള്ള അറിവും അതുപോലെ പല ആൾക്കാരും അത് KP സിസ്റ്റം ഫോളോ ചെയ്യണമെങ്കിൽ കാൽക്കുലേഷൻസ് ആക്യുറസിയാണ്, പ്രെഡിക്ഷൻസ് ആക്യുറസിയാണെന്ന് പറയുന്നുണ്ട്. ഇതിൽ എത്രമാത്രം സത്യമുണ്ട്? കൃഷ്ണമൂർത്തി, പ്രൊഫസർ കൃഷ്ണമൂർത്തി, അതെ, തമിഴ്നാട്ടിലുള്ള തഞ്ചാവൂരിൽ ജനിച്ച ഒരു അസ്ട്രോളജറായിരുന്നു അദ്ദേഹം. ഞാൻ പലപ്പോഴും അനുഭവിച്ച, അല്ലെങ്കിൽ എല്ലാ ജ്യോതിഷികളും പലപ്പോഴും അനുഭവിക്കുന്ന കോംപ്ലിക്കേഷൻസ്, ഫലം പറഞ്ഞൊപ്പിക്കുന്നതിൽ നിന്നും മനസ്സ് മടുത്ത് ഒരു ഗവേഷണം നടത്തി അദ്ദേഹം ചില ഉപാസനാരീതികളിലൂടെയൊക്കെ പോയതിനു ശേഷം ജ്യോതിഷത്തിൽ കണ്ടെത്തിക്കൊണ്ടുവന്ന ഒരു വളരെ അത്ഭുതകരമായ, അല്ലെങ്കിൽ ഒരു കൊള്ളിളക്കം സൃഷ്ടിക്കപ്പെട്ട ഒരു സിസ്റ്റമാണ് കൃഷ്ണമൂർത്തി അല്ലെങ്കിൽ KP പദ്ധതി, കൃഷ്ണമൂർത്തി അസ്ട്രോളജി എന്നറിയപ്പെടുന്നത്. ഇത് ജ്യോതിശാസ്ത്രത്തിലെ ഡിഗ്രികളെ, സ്ഫുടങ്ങളെ ആസ്പദമാക്കി വളരെ ഡീപ്പായിട്ടുള്ള പഠനം, അതായത് ഓരോ സെക്കൻഡുകളിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങളെയും പഠനവിധേയമാക്കാൻ പറ്റുന്ന തലത്തിലേക്കുള്ള ഒരു ഗവേഷണം അദ്ദേഹത്തിൻ്റെ പഠനത്തിൽ എത്തപ്പെട്ടു എന്നുള്ളതാണ്. ഇദ്ദേഹം 1972 മരണപ്പെടുന്ന സമയത്ത് ഈ ലോകത്തിന് കൊടുക്കാവുന്നതിൽ ജ്യോതിശാസ്ത്ര മേഖലയിൽ വേദിക് അസ്ട്രോളജിയിൽ കീറാമുട്ടിയായി നിന്ന പല പ്രശ്നങ്ങൾക്കും ശക്തമായ വളരെ മികച്ച ഉത്തരങ്ങൾ നൽകിയിട്ടാണ് പോയിട്ടുള്ളത്. നിർഭാഗ്യവശാൽ ഞാൻ പിടിച്ച മുയലിന് 5 കൊമ്പ് എന്നുള്ള ഒരു സിസ്റ്റത്തിൽ നിൽക്കുന്ന സമൂഹത്തിലും കൂടി ഇത് വന്നപ്പം അതിനെ വേണ്ട വിധത്തിൽ പഠിക്കാൻ മെനക്കെടാതെയായി. ആ തിയറി പ്രകാരം നമുക്ക് നക്ഷത്രങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തു. നക്ഷത്രങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മേടൻ രാശിയിൽ നമ്മളതിനെ കൂർന്ന് വിളിക്കും. മേടൻ രാശിയിൽ അശ്വതിയും ഭരണിയും കാർത്തികയും ഉണ്ട്. ഈ 30 ഡിഗ്രിക്കിടയിൽ ഏതെങ്കിലും ഒരു ഡിഗ്രിയിലായിരിക്കാം ലഗ്നം തുടങ്ങുക, അല്ലെങ്കിൽ ഒരു ഗ്രഹം നിൽക്കുക. ആ നിൽക്കുന്ന സ്പോട്ടിന് എന്ത് വാല്യൂ എന്നുള്ളതാണ് കണ്ടെത്തിയത്. ഇവിടെയാണ് ജ്യോതിശാസ്ത്രത്തിൻ്റെ ഏറ്റവും മികച്ച ഒരു അനുഭവം നമുക്ക് പറയാൻ പറ്റുക. ഇപ്പോൾ പാരമ്പര്യ ജ്യോതിഷത്തിൽ ഒരു ദിവസം 1/10/2000 എന്ന് പറയുന്ന ഒരു ദിവസത്തിൽ മേടൻ രാശിയിൽ 2 മണിക്കൂർ നേരമുണ്ട്. ഈ 2 മണിക്കൂറിന് നേരത്ത് എത്രയോ കുട്ടികൾ ജനിക്കപ്പെടുന്നു. ആ കുട്ടികളുടെ ലഗ്നം ഒന്ന് തന്നെയായിരിക്കും, ആ കുട്ടികളുടെ ലഗ്നാധിപനും ഒന്ന് തന്നെയായിരിക്കും. അതിൻ്റെ അർത്ഥം ഈ ജനിച്ച 10 കുട്ടികൾ ജനിച്ചിട്ടുണ്ടെങ്കിലോ 100 കുട്ടികൾ ജനിച്ചിട്ടുണ്ടെങ്കിലോ ഇവർക്കെല്ലാം സിമിലറായിട്ടുള്ള ഗ്രഹനിലകൾ വരും. പിന്നെ ഒരു 13 മിനിറ്റിൻ്റെയൊക്കെ ഡിഫറൻസ് വരുമ്പോൾ നവാംശകത്തിനും മാറ്റം ഉണ്ടാവും. ഈ നവാംശകം മര്യാദയ്ക്ക് എടുക്കേണ്ടത് എങ്ങനെയാണെന്ന് പോലും ഇന്ന് പഠിപ്പിക്കുന്നില്ല. അപ്പോൾ ആ ഒരു തലത്തിൽ വന്നപ്പം കൃഷ്ണമൂർത്തി വേറിട്ട് നിന്നത് ഈ ഡിഗ്രി വെച്ചിട്ട് വളരെ സ്പെസിഫിക് ആയിട്ട് കണ്ടെത്താൻ കഴിയുന്നത് എന്താണ് ഇതിനകത്തെ പ്രാധാന്യം. ജ്യോതിശാസ്ത്രത്തിൽ ഏറ്റവും വേഗതയിൽ സഞ്ചരിക്കുന്നത് ഏത് ഗ്രഹമാണെന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ വളരെ വേഗത്തിൽ പറയും ചന്ദ്രൻ. അതിനേക്കാളും വേഗതയിൽ സഞ്ചരിക്കുന്നത് എന്താണ് ജ്യോതിഷത്തിലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലരും ഒന്ന് ആലോചിക്കേണ്ടി വരും. അതിനേക്കാളും വേഗതയിൽ സഞ്ചരിക്കുന്ന ഒന്നാണ് ലഗ്നം. 2 മണിക്കൂർ കൊണ്ട് ആ ലഗ്നം അടുത്ത രാശിയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടാവും. അങ്ങനെയെങ്കിൽ ഈ 2 മണിക്കൂറിനേക്കാൾ വേഗതയിൽ സഞ്ചരിക്കുന്നത് എന്താണ്? ആ ലഗ്നത്തിലുള്ള നക്ഷത്രനാഥന്മാരാണ്. അതായത് 13 ഡിഗ്രി 20 മിനിറ്റ് നേരമാണ്. അത് ഏകദേശം വളരെ വേഗത്തിൽ സഞ്ചരിച്ച് തീരും. അപ്പം ഈ 2 മണിക്കൂറിൻ്റെ ഇടയിൽ ഒരു നക്ഷത്രം സഞ്ചരിച്ച് തീരുന്നതിനും അവിടെ സാധിക്കുന്നു എന്നുള്ള, അതിന് മുമ്പ് തന്നെ കഴിയും. അതിനേക്കാളും വേഗതയിൽ സഞ്ചരിക്കുന്നത് എന്താണ് എന്നുള്ള ഗവേഷണമാണ് കൃഷ്ണമൂർത്തിയിൽ നിന്നും വന്നത്. അന്നേരമാണ് നക്ഷത്രത്തിന് മുകളിൽ ഒരു ഉപനക്ഷത്രമുണ്ട് എന്ന് പറയുന്നത്. ഇതിനെ നമുക്ക് എങ്ങനെ കുറച്ചും കൂടി വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും? ദശ, അപഹാരം, ഛിദ്രം, സൂക്ഷ്മം ഇങ്ങനെ പറയുന്നത് പോലെ ഇങ്ങനെ ആ ദശയ്ക്ക് ദൈർഘ്യം കൂടുതലാണ്, അപഹാരത്തിന് വീണ്ടും കുറയും, അടുത്തത് ഛിദ്രത്തിന് വീണ്ടും കുറയുകയാണ്, സൂക്ഷ്മത്തിന് വീണ്ടും ദിവസങ്ങളായി കുറയാണ്. അപ്പോൾ അതിൻ്റെ താഴോട്ട് പോവുകയാണ്. അപ്പോൾ ഏറ്റവും സൂക്ഷ്മമായ തരത്തിൽ അങ്ങനെ കൃഷ്ണമൂർത്തി പദ്ധതിയിൽ 5 തരത്തിലുള്ള മിനിമൈസേഷൻ കൊണ്ടുവന്നിട്ട് ഏറ്റവും വേഗതയിൽ പോകുന്ന അക്യുറേറ്റ് ആയിട്ടുള്ള ഡേറ്റ, ആ ഒരു സമയം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആര് ഭരിക്കുന്നു, ഏത് ഗ്രഹം ഭരിക്കുന്നു. ഇപ്പം കുജൻ്റെ രാശിയിലാണ്, മേടൻ രാശിയിലാണെങ്കിൽ അതിൻ്റെ ലഗ്നാധിപൻ കുജൻ തന്നെയാണ്. കുജൻ്റെ വീട്ടിൽ
കേതുവിൻ്റെ നക്ഷത്രം അശ്വതി നക്ഷത്രത്തിൽ 13 ഡിഗ്രിയിൽ എവിടെയെങ്കിലുമാണ് ഒരു കുട്ടി ജനിക്കുന്നതെങ്കിൽ അന്നേരം ആ ഡിഗ്രിയിൽ അത് കേതുവിൻ്റെ നക്ഷത്രമായിരിക്കും. കുജൻ്റെ രാശിയിൽ കേതുവിൻ്റെ നക്ഷത്രത്തിൽ ജനിച്ചു. അതിൻ്റെയും ഉള്ളിൽ കേതുവിൽ കേതു കഴിഞ്ഞാൽ പിന്നെ കേതുവിൽ ശുക്രനുണ്ട്, കേതുവിൽ രവിയുണ്ട്, കേതുവിൽ ചന്ദ്രനുണ്ട്, കേതുവിൽ കുജനുണ്ട്, കേതുവിൽ രാഹുവുണ്ട്. ഈ രാഹു വരുന്ന സമയത്താണ് ഒരു കുട്ടി ജനിക്കുന്നതെങ്കിൽ പറയുമ്പോൾ ലഗ്നം അത് തന്നെ ആയിരിക്കും. പക്ഷെങ്കിൽ ആ വ്യക്തിയുടെ ക്യാരക്ടർ ആ രാഹുവിനെ സ്വാധീനിക്കുന്ന രീതിയിലായിരിക്കും. അപ്പോൾ കുജൻ്റെ സ്വഭാവം നിലനിൽക്കണമെന്ന് നിർബന്ധമില്ല, രാഹുവിൻ്റെ സ്വഭാവം കൂടുതലേറി നിൽക്കും ആ വ്യക്തിക്ക്. അപ്പോൾ ഇത് ഒരാളുടെ രൂപത്തിൽ തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഒരാളുടെ സ്ട്രക്ചർ, അയാളുടെ പെരുമാറ്റം, ബിഹേവിയർ, ഇതിലെല്ലാം ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഈ ശ്രീകാന്ത്ജി പറഞ്ഞതുപോലെ ഇപ്പം നമ്മുടെ ഈ KP-യിലാണല്ലോ ശ്രീകാന്ത്ജി പറഞ്ഞത്, അതായത് ഈ കുജൻ്റെ സ്വഭാവവും രാഹുവിൻ്റെ സ്വഭാവവും ചിലപ്പം രാഹു ആയിരിക്കും കൂടുതൽ നമുക്ക് ഇമ്പാക്റ്റ് ഉണ്ടാക്കുക. പക്ഷേ ഈ വേദിക് അസ്ട്രോളജിയിൽ ഇപ്പോൾ കാൽക്കുലേഷൻസ് നോക്കുന്ന സമയത്ത് ചില ആൾക്കാർ രാമൻ എടുക്കാം, ലഹരി എടുക്കാം, ചിലപ്പോൾ 0 അയനാംശം എടുക്കാം, പല രീതിയിലുള്ള അയനാംശം എടുക്കുന്നു. ആക്യുറസി കുറേ ആൾക്കാർ പലതും പ്രതിപാദിക്കുന്നുണ്ട്, ഇതാണ് ആക്യുറസി എന്ന് പറയുന്നത്. സോ അപ്പോൾ അവിടെ ഈ ദശ, ബുദ്ധി അല്ലെങ്കിൽ അപഹാരം അല്ലെങ്കിൽ സൂക്ഷ്മദശ ഇങ്ങനെ പോകുന്ന സമയത്ത് ഈ റെപ്രസെൻറ്റേഷൻ അല്ലേ KP-യിലും വരുന്നത്? ഈ റെപ്രസെൻറ്റേഷൻ അല്ലേ KP-യിൽ വരുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് തീർച്ചയായിട്ടും അദ്ദേഹം അതിനെ ഒരു രാശിയിൽ കൊണ്ടുവന്ന് സെറ്റ് ചെയ്തു. അവിടെയാണ് പോയിന്റ്. അതായത് 30 ഡിഗ്രിക്കകത്ത് ഈ 9 ഗ്രഹങ്ങളുടെയും ഭരണ കാലഘട്ടത്തെ ഡിഫൈൻ ചെയ്തു. 30 ഡിഗ്രിക്കകത്ത് 9 ഗ്രഹങ്ങളുടെ ഭരണകാലഘട്ടം എന്ന് പറഞ്ഞാലും തെറ്റാണ്. 30 ഡിഗ്രിയിലെ 13 ഡിഗ്രി 20 മിനിറ്റ് ഒരു നക്ഷത്രത്തിന് കൊടുക്കുന്നതിനകത്ത് ഈ 9 ഗ്രഹങ്ങളുടെ ഭരണകാലഘട്ടങ്ങൾ വളരെ കുറച്ച് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പം അത് മിനിറ്റുകളായി ചുരുങ്ങിപ്പോകും ഒരു ഗ്രഹത്തിന്റെ സ്വാധീനം വരുന്ന സമയം. അതുകൊണ്ട് തന്നെ ഏറ്റവും കുറഞ്ഞത് ഇതിന്റെ ഉപനക്ഷത്രങ്ങൾ 249 എണ്ണമുണ്ട്. അപ്പൊ KP-യെ നമുക്ക് ഏറ്റവും ചുരുങ്ങിയ രീതിയിൽ പറഞ്ഞാൽ ഒരു രക്തത്തിൽ 249 ഡിഫറൻറ്റ് ക്യാരക്ടേഴ്സിനെ ഡിഫൈൻ ചെയ്യാം. ഏറ്റവും കുറഞ്ഞതാണ് അത്. 9 എണ്ണത്തിന്റെ എടുക്കുമ്പോൾ പിന്നെയും മാറും. അപ്പം അത്രയും ഡീപ്പിൽ പോകണ്ട. KP-യുടെ ഇന്നത്തെ പല സോഫ്റ്റ്വെയറുകളോ കാര്യങ്ങളോ പരിശോധിച്ചാൽ ഈ പറയുന്ന നക്ഷത്രത്തെയും, അതായത് രാശിനാഥൻ, നക്ഷത്രനാഥൻ, ഉപനക്ഷത്രനാഥൻ, ഉപനക്ഷത്രനാഥൻ, അതിനുശേഷം 5ാമതായിട്ട് വീണ്ടും ഒന്നുകൂടെ എടുക്കും ഉപനക്ഷത്രനാഥൻ. ഇത്രയും എടുക്കുമ്പോൾ തന്നെ സെക്കൻഡുകൾ ഉള്ള ജാതക ഗണിതത്തെ നമുക്ക് സൂക്ഷ്മപ്പെടുത്താൻ കഴിയുന്ന തരത്തിലെത്തി. പിന്നെ അതിന് താഴോട്ട് നമ്മളെ കൊണ്ട് പറ്റില്ല. അതുകൊണ്ട് തന്നെ അത്രമാത്രം സൂക്ഷ്മ പഠനം KP-യിൽ വരുന്നുണ്ട്. ഇതിന് കുറച്ച് തിയറീസ്, കുറച്ച് ഫോമാറ്റ്സ് അദ്ദേഹം ഡിഫൈൻ ചെയ്തു വെച്ചു. നമ്മുടെ ജ്യോതിശാസ്ത്രത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ലഗ്നത്തിലേക്ക് പറയുമ്പോൾ ദേഹസ്യ സൗഷ്ഠവം സ്വാസ്ഥ്യം ചിതിയും ശ്രേയോ യശസ്തുകം എന്ന് പറഞ്ഞിട്ട് പ്രമാണം പറയും. ഈ പറയുന്ന പ്രമാണത്തിനകത്ത് ദേഹസ്യ എന്ന വാക്ക് ഒപ്പം അതിന് ശരീരം എന്ന് വിളിക്കും. അതേ പ്രമാണത്തിൽ ഏറ്റവും അവസാനം വപുശ്ച എന്ന വാക്കാണ്, അതിനും ശരീരം എന്ന് തന്നെയാണ് അർത്ഥം. അപ്പോൾ ആചാര്യന് തെറ്റിയോ അത് തർജ്ജിമം ചെയ്ത വ്യക്തിക്ക് തെറ്റിയോ, നമ്മളുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന വാക്കുകളുടെ പരിമിതികളുണ്ട്. ആ പരിമിതികൾക്ക് അപ്പുറത്താണ് അതിനകത്തുള്ളത്. അപ്പം ദേഹസ്യ എന്ന വാക്കുകൊണ്ട് അവിടെ സ്ഥൂലം എന്നുള്ളൊരു ശരീരത്തെയും അതുപോലെ തന്നെ വപുശ്ചയിലേക്ക് വരുമ്പം സൂക്ഷ്മം, സ്ഥൂലം, സൂക്ഷ്മം, കാരണം 3 ശരീരങ്ങളെക്കുറിച്ച് ലഗ്നം ഡിഫൈൻ ചെയ്യുകയാണ്. അതിനകത്ത് സൗഷ്ഠവത്തിന് നല്ല അവസ്ഥകളെയും അല്ലെങ്കിൽ ഇതൊക്കെയാണ് പറയുക. പക്ഷെങ്കിൽ സൗഷ്ഠവത്തെ കൊണ്ട് നമ്മൾ ആ ഒരു വാക്കിനെ തന്നെ നോക്കുമ്പം അതിന് ഒത്തിരി അർത്ഥങ്ങളുണ്ട്. ഇപ്പം താങ്കൾ എന്നെ കാണുമ്പോൾ ഫസ്റ്റിലി താങ്കൾക്ക് എന്നെക്കുറിച്ച് എന്ത് തോന്നുന്നു? ഇപ്പം ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞ വീരപ്പൻ എന്നൊരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് അവർക്കൊരു ക്യാരക്ടറും അദ്ദേഹത്തിൻ്റെ പെരുമാറ്റവും പ്രവൃത്തിയുണ്ട്. ആ സൗഷ്ഠവം എന്ന് പറഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞാൽ തൻ്റെ പ്രവർത്തന മേഖലകൾ കൊണ്ടോ തന്നെ കാണുന്നത് കൊണ്ടോ മറ്റുള്ളവർ എങ്ങനെ മനസ്സിലാക്കപ്പെടും. അപ്പോൾ ഇതിൻ്റെ ഡെഫിനിഷൻസ്, അർത്ഥങ്ങൾ പിന്നെയാണ്. ഈ ദേഹസ്യ മുതൽ ആ ഏറ്റവും അവസാനമുള്ള വപുശ്ച എന്ന് പറയുന്ന വാക്കിലേക്ക് വരെ വരുമ്പോൾ വ്യത്യസ്ത അർത്ഥങ്ങളാണ്, ഒന്നൊന്നിലേക്ക് വളരുന്നതാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അത്രമാത്രം ഡീപ്പായിട്ട് വേദാംഗത്തിൽ പഠിക്കാനുണ്ട്. പക്ഷെ ഇന്നത് ഒരു പുസ്തകത്തിലെ 1-2 പുസ്തകത്തിനകത്തെ പ്രമാണം വായിച്ച് അർത്ഥം പറഞ്ഞു കൊടുക്കുന്ന നിലയിലേക്ക് ചുരുങ്ങി. പിന്നെ ബാക്കിയെല്ലാം കറക്കിക്കുത്തായി. വളരെ സിമ്പിളായിട്ട് പറയുകയാണ്. ഇപ്പോൾ ആരും അംഗീകരിക്കണമെന്ന് നിർബന്ധമില്ല. പക്ഷെങ്കിൽ ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ വളരെ വ്യക്തമായിട്ട്, അല്ലെങ്കിൽ ഡിക്ഷണറി നോക്കിക്കഴിഞ്ഞാൽ 8ാം ഭാവത്തിൽ മരണസ്യ എന്ന വാക്കൊരു വാക്കുണ്ട്. മരണസ്യ ദാസ എന്ന് പറയുന്നുണ്ട്. അതിൽ ആയുസിൻ്റെ വിഷയങ്ങളെക്കുറിച്ച് പറയും. ആ മരണ എന്ന വാക്കിന് ചക്രവർത്തി എന്നൊരർത്ഥമുണ്ട്. ചക്രവർത്തി എന്നർത്ഥമുണ്ട്. ഈ 8ാം ഭാവം നമ്മുടെ ഭരണസ്ഥിരാ കേന്ദ്രങ്ങളിൽ വളരെ പ്രാധാന്യമാണ്. ചക്രവർത്തി, അതായത് ശിക്ഷിക്കാൻ കഴിവുള്ളവൻ. അപ്പോൾ ഈ വാക്കിനെ എത്ര അടുത്ത് പഠിപ്പിക്കുന്നു? അതിന് ഈ കോംപ്ലിക്കേഷൻസിനെ എല്ലാം എന്ത് ചെയ്തിരിക്കുകയാണ് കൃഷ്ണമൂർത്തി? സിംപ്ലിഫൈ ചെയ്തിരിക്കുകയാണ്.
ഇങ്ങനെ വന്നാൽ 1-ാം ഭാവം 2-ാം ഭാവത്തെ ബന്ധപ്പെട്ടാൽ ആ വ്യക്തി തൻ്റെ കുടുംബത്തെക്കുറിച്ചും ധനത്തെക്കുറിച്ചും തൻ്റെ വാക്കിനെക്കുറിച്ചുമൊക്കെ സദാ ചിന്തിച്ച് അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന വ്യക്തിയായിരിക്കും. അവൻ്റെ തുടക്കം അതാണ്. അപ്പോൾ ലഗ്നത്തിൻ്റെ ഒരു ഡിഗ്രി എവിടെ വന്നു, ആ ഡിഗ്രി പ്രകാരം ഏത് ഗ്രഹമാണോ അന്നേരം ഭരിച്ചിരിക്കുന്നത്. ഇപ്പം കുജൻ്റെ രാശിയിൽ, മേടൻ രാശിയിൽ വ്യാഴം ഭരിക്കാൻ തുടങ്ങിയാൽ ആ വ്യക്തിക്ക് വേഗതയുള്ള നല്ല ടീച്ചറാവാൻ കഴിയും. പക്ഷേ കുജനെ കൊണ്ട് നല്ല ടീച്ചറാവാൻ കഴിയുമെന്ന് പെട്ടെന്ന് ആരും പറയുന്നില്ല. അയാൾക്ക് എടുത്തുചാട്ടം ഉണ്ടാവും, ധീരനായിരിക്കും, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. കരുണയുള്ള ആളായിരിക്കും. ഈ വേഗതയോടുകൂടി കരുണാ തീരുമാനങ്ങൾ എടുക്കുന്ന ആളായിരിക്കും ആ കുജൻ്റെ രാശിയിൽ വ്യാഴം ഭരിക്കുന്ന സമയത്ത് ജനിക്കുന്ന ഒരാൾ. അത് 3-4 മിനിറ്റ് ആയിരിക്കും ഉണ്ടാവുക. അത് ഈ വിധത്തിൽ അതിൻ്റെ തിയറി ഔട്ട്പുട്ട് അദ്ദേഹം സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. ആയതുകൊണ്ട് തന്നെ എൻ്റെ അനുഭവങ്ങളിൽ നിന്നും വളരെ കണ്ണിങ് ആയിട്ടുള്ള അനുഭവം, നമുക്ക് പോയിൻ്റായിട്ട് പറയാൻ കഴിയുന്ന ഒരവസ്ഥ കൃഷ്ണമൂർത്തി പദ്ധതിക്കുണ്ട്. അതാണ് കൃഷ്ണമൂർത്തി പദ്ധതിയുടെ ഏറ്റവും ക്വാളിറ്റി എന്ന് പറയുന്നത്. അതിനകത്തെ ട്രബിൾ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായ സമയം ഗണിച്ചെത്താനുള്ള സിസ്റ്റത്തിലേക്ക് എത്താനും കൂടി കഴിയണം. അതും കൂടി വിജയിക്കപ്പെടുമ്പോൾ കൃഷ്ണമൂർത്തി 100% വിജയകരമാകും. ഇതിനോടൊപ്പം പാരമ്പര്യത്തെയും കൂടി ക്ലബ്ബ് ചെയ്യാം. പാരമ്പര്യ വിധി പ്രകാരം ഒരാൾക്ക് ദുര്യോഗങ്ങളുണ്ടോ, നല്ല യോഗങ്ങളായിക്കോട്ടെ മോശപ്പെട്ട യോഗങ്ങളായിക്കോട്ടെ, അത് കൃഷ്ണമൂർത്തിയും കൂടി അതിൻ്റെ സിസ്റ്റപ്രകാരവും ഡിഫൈൻ ചെയ്യുമ്പോൾ അത് 100% അനുഭവവേദ്യമായിരിക്കും. സന്തോഷം ശ്രീകാന്ത്ജി. കാരണം കൃഷ്ണമൂർത്തി പദ്ധതി അല്ലെങ്കിൽ KP സിസ്റ്റം എന്ന് പറയുന്നത് എല്ലാവരും വളരെ ഉത്കൃഷ്ടയോടെ കാണുന്ന സംഭവമാണ്. പക്ഷേ ഇന്ന് എന്തുകൊണ്ട് ചുരുക്കം ചില സ്റ്റേറ്റുകളിൽ മാത്രം ഒതുങ്ങിപ്പോകുന്നു? തീർച്ചയായിട്ടും നോർത്ത് ഇന്ത്യൻസ് മാത്രമാണ് കൃഷ്ണമൂർത്തി പദ്ധതി നോക്കുന്നത്. സൗത്ത് ഇന്ത്യയിൽ വന്നാൽ തമിഴ്നാട്. അദ്ദേഹം അവിടെ ഉള്ള ആളായതുകൊണ്ടാണോ എന്ന് ചോദിച്ചാൽ അറിയില്ല. പക്ഷേ ഒരുപാട് ആൾക്കാർ നോർത്തിൽ നിന്ന് അവിടെ പോയി പഠിച്ചിട്ട് പോരുന്നുണ്ട്. അതിനു പുറമെ നോർത്തിൽ നിന്ന് പഠിക്കുന്നതിന് പുറമെ കേരളത്തിനകത്തുള്ള പല ആൾക്കാരും തമിഴ്നാട് പോയി പഠിച്ചിട്ട് പോരുന്നു. തീർച്ചയായിട്ടും. അപ്പോൾ ഇത് വളരെ സന്തോഷം. നന്ദി, നമസ്കാരം. സന്തോഷം.